മനുഷ്യൻ വാക്കുകൾ പറയുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ വിവരങ്ങൾ കൊണ്ടുവരാൻ, അറിവ് പകരാൻ സാധിച്ചേക്കും. പക്ഷേ ജനങ്ങളെ, ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. സോ പരിശുദ്ധാത്മാവിനാൽ വരുന്ന വാക്കുകളാണ് ജനങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത്. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. കർത്താവ് എല്ലാവരെയും ഈ പ്രഭാതത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ. പല സമയങ്ങളായിരിക്കും നിങ്ങൾ കാണുന്നത്, ബട്ട് മോർണിംഗ് ഗ്ലോറി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മോർണിംഗിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. എന്നാൽ പലർക്കും മോർണിംഗ് തന്നെ പല സമയങ്ങളാണ്, പല രാജ്യങ്ങളിൽ നിന്നാണ് കാണുന്നത്. പലർക്കും രാവിലെ കാണാൻ സമയമില്ല, കാരണം രാവിലെ ജോലിക്ക് പോകുന്ന തിരക്കൊക്കെയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഉച്ചക്കോ വൈകുന്നേരമൊക്കെയാണ് കാണുന്നത്. ബട്ട് ഏത് സമയത്താണെങ്കിലും ഒരേ കർത്താവ്, ഒരേ ആത്മാവ്, ഒരേ വചനത്തിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നത്. കർത്താവ് നമ്മളെ ഓരോ ദിവസവും ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകളിലൂടെ പണിതുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി അനവധി സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ പറ്റി. ഇനിയും സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലെസ്സിങ് ടുഡേയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലെ കമൻസിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഇടുക. കർത്താവ് അന്നത്തെ ദിവസം എന്താ ചെയ്യുന്നത് അന്ന് തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടുവാൻ സാധിക്കും. ഏമാൻ, നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ഒരു കോ സ്പോൺസർ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എറണാകുളത്ത് നിന്നുള്ളൊരു വെൽവിഷറാണ്. ഇന്ന് മകൾ മാർത്തയുടെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മാർത്ത. മേ ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് മകളെ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ പുതിയ വർഷം കർത്താവ് സകലവിധ അനുഗ്രഹത്താൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകളുടെ ലൈഫിൽ കർത്താവ് ഈ വർഷം അങ്ങ് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും പ്രവേശിക്കുവാനും അതിലേക്ക് കർത്താവെ പൂർണ്ണമായി കയറുവാനും അതിൽ എൻജോയ് ചെയ്യുവാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് PCOD നിന്ന് പൂർണ്ണ വിടുതലുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് കാണട്ടെ. ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള വിസ, അതിൻ്റെ പ്രോസസ്സ് എല്ലാം വേഗത്തിൽ പൂർത്തിയാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കുടുംബത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പേരിനോട് കർത്താവ് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ പേര് പല രാജ്യങ്ങളിലേക്കും ഫേമസ് ആകുന്ന രീതിയിൽ അബ്രഹാമിനെ അനുഗ്രഹിച്ച പോലെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവൻ മേ ഗോഡ് ബ്ലെസ് യു. നമുക്ക് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ദുബായിൽ വെച്ച് നടക്കുന്നു. സോ ദുബായിൽ നിന്ന് കാണുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും കടന്നു വരിക. അപ്പോൾ തന്നെ നമുക്ക് ബാംഗ്ലൂരും ദ ഗ്യാതറിംഗ് നടക്കുന്നു. അതിലേക്കും നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യുന്നു. പാസ്റ്റർ ഡാമിയൻ്റെ വാട്സാപ്പ് ചാനൽ ഇപ്പോൾ ഓപ്പൺ ആണ്. ഇതുവരെ നിങ്ങൾക്ക് ആ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് എല്ലാ പാസ്റ്റർ ഡാമിയൻ്റെ അപ്ഡേറ്റ്സും കിട്ടുവാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന QR കോഡോ ലിങ്കോ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ സാധിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 23 വ്യാഴാഴ്ച. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ഗെറ്റ് റെഡി. ഇന്നത്തെ ഫോക്കസ് വേർഡ് അനോയിൻറ്റഡ് സ്പീച്ച്. അഭിഷേകം ചെയ്യപ്പെട്ട സംഭാഷണം അല്ലെങ്കിൽ സംസാരം അല്ലെങ്കിൽ അഭിക്ഷിക്തമായ വാക്കുകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതോ അതെടുത്തോ. ഇപ്പോൾ തന്നെ യൂട്യൂബിലൊക്കെ കാണുന്നവർ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ടൈപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ അറ്റൻഡൻസ് ആണ്. ഇത് ഒത്തിരി പേര് കാണട്ടെ. ഇന്ന ആളുകൾ മോർണിംഗ് ഗ്ലോറി കാണുന്നു. അതൊരു മാതൃകയാണ്, ഒത്തിരി പേർക്കൊരു എക്സാമ്പിളാണ്. ഓൾറൈറ്റ്. അനോയിൻറ്റഡ് സ്പീച്ച്, അഭിക്ഷിക്തമായ സംസാരം, വാക്കുകൾ. 1 കൊരിന്ത്യർ 2:4 ഒന്ന് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. 1 Corinthians chapter 2 and verse number 4 പൗലോസ് പറയുന്നത്, മൈ മെസ്സേജ് ആൻഡ് മൈ പ്രീച്ചിങ് were not with wise and persuasive words but with a demonstration of the Spirit's power. അതിൻ്റെ മലയാളത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാൽ അല്ല,
ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആയിരുന്നത്. ഇതൊരു സംഭവമാണ്. തൻ്റെ തന്നെ ജീവിതത്തിൽ നടന്നൊരു വലിയ സംഭവത്തിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ കാണുന്നത്. തൻ്റെ ജീവിതത്തിൽ ഞാനൊന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ലൈഫിൽ ലെസൺസ് പഠിക്കുന്ന എത്ര പേരുണ്ട് എന്ന് വെച്ചാൽ അനുഭവങ്ങളിലൂടെ, ചിലപ്പോൾ തിക്താനുഭവങ്ങളിലൂടെ, മറ്റുള്ളവരുമായി ഇടപഴകുന്നതിലൂടെ, ദൈവവചനം പഠിക്കുന്നതിലൂടെ, പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നതിലൂടെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ വീക്ഷിക്കുന്നതിലൂടെ നിരവധി മാർഗങ്ങളിലൂടെ ലൈഫ് ലെസൺസ് നമുക്ക് പഠിക്കാൻ പറ്റും. അതിൽ പൗലോസ് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അതൊക്കെ പൊതുസഭയ്ക്ക് വേണ്ടി തന്നിട്ടാണ് അദ്ദേഹം പോയത്. അവിടുത്തെ ഡെക്ലറേഷൻ ഇന്നത്തെ ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഡിവോഷൻ ഡയറിയിലുണ്ടേ. ദ സ്പിരിറ്റ് അനോയിൻസ് മൈ വേർഡ്സ് ടുഡേ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളെ അഭിഷേകം ചെയ്തു. എന്തിനെ? വാക്കുകളെ അഭിഷേകം ചെയ്തു. What I speak carries wisdom and transformation. ഞാൻ സംസാരിക്കുന്നതിൽ, എൻ്റെ സംസാരത്തിൽ ജീവനും ജ്ഞാനവും രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തിയുമുണ്ട്. കാരണം അഭിഷേകം ചെയ്യപ്പെട്ട വാക്കുകളാണ്. ഓൾറൈറ്റ്, നിങ്ങളുടെ ആ പേജിൽ തന്നെ ബൈബിൾ റീഡിംഗ് പ്ലാനുണ്ട്. നോക്കി വായിച്ച് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ തൊട്ടടുത്തുള്ള കൊച്ചു ബോക്സുകളിൽ ടിക്ക് ചെയ്യുക. അനോയിൻറ്റഡ് സ്പീച്ച് എല്ലാവരും ഒന്ന് പറഞ്ഞേ. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ ടൈപ്പ് ചെയ്തിടാതിരുന്നവർ ഇപ്പോൾ ടൈപ്പ് ചെയ്തിടുക. അനോയിൻറ്റഡ് സ്പീച്ച്, അഭിഷേകം ചെയ്യപ്പെട്ട വാക്കുകൾ അഥവാ സംസാരം. ദ മോസ്റ്റ് പവർഫുൾ വേർഡ്സ് ആർ നോട്ട് നെസസറിലി ദ മോസ്റ്റ് ഇംപ്രസീവ്. ഏറ്റവും ശക്തമായ വാക്കുകൾ ഏറ്റവും മതിപ്പുളവാക്കുന്ന വാക്കുകളാകണമെന്നില്ല. നമുക്ക് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വളരെ ഇംപ്രസീവായി സംസാരിക്കാൻ ഒത്തിരി പേർക്ക് സാധിക്കും. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്, ഫീൽഡ് എക്സിക്യൂട്ടീവ്സ്, പബ്ലിക് സ്പീക്കേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേർക്ക് ഈ ഒറേറ്ററി സ്കിൽസ് മറ്റുള്ളവരെ ഭയങ്കരമായി ഇംപ്രസ് ചെയ്യാനുള്ള, ഇമ്പാക്റ്റ് ചെയ്യാനുള്ള രീതിയിലൊക്കെ സംസാര പാടവം, ഒറേറ്ററി സ്കിൽസൊക്കെ വർദ്ധിപ്പിക്കുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സുകളും വ്യക്തിത്വ വികസന പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന വളരെ ശക്തമായ പല വാക്കുകളും ഭയങ്കരമായ ഫ്ലവറി ലാംഗ്വേജോ സാഹിത്യപരമായ ചില ഭയങ്കര സംഭവങ്ങളൊന്നും ആകണമെന്നില്ല. പൗലോസ് വളരെ വിദ്യാസമ്പന്നനായിരുന്നു. ഇപ്പോൾ പത്രോസിനൊക്കെ ഇത്തിരി പഠിപ്പ് കുറവായിരുന്നു. സ്കൂളിലൊന്നും പോയിട്ടില്ലെന്ന് ഇതിന് അൺസ്കൂളിലെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ അല്ലാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായെന്നും പറയുന്നുണ്ട്. എന്തായാലും ആളുടെ ജഡ്ജ്മെൻറ്റിൽ ദേവർ അൺസ്കൂൾഡ്. അതിനേക്കാളൊക്കെ വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. സിലീസിയ എന്ന സ്ഥലത്ത് ഉള്ള ടാർസസ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന, അവൻ്റെ ജൂയിഷ് നെയിം എന്ന് പറയുന്നത് സോൾ ആണ്. അത് ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ച ആളാണ് ഇദ്ദേഹം. ആദ്യത്തെ രാജാവ് ബെന്യാമിൻ ഗോത്രത്തിലായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ ശൗല് ഫസ്റ്റ് കിങ് ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ശരിക്കും യഹൂദ ഗോത്രത്തിൽ നിന്നാണ് രാജാവ് വരേണ്ടത്. പിന്നെ ജനങ്ങളുടെ പ്രഷർ കൊണ്ട് അങ്ങനെ ആയിപ്പോയത്, എന്തോ ആയിക്കോട്ടെ. എന്നാൽ അദ്ദേഹത്തിൻ്റെ റോമൻ നെയിം, അദ്ദേഹത്തിന് റോമൻ സിറ്റിസൺഷിപ്പുണ്ട്. കാരണം ആ പ്രദേശങ്ങളൊക്കെ റോമൻ ഭരണകൂടത്തിൻ്റെ കീഴിലായതുകൊണ്ട് അതിൽ ജനിച്ച് അദ്ദേഹത്തിന് ജനനത്താൽ തനിക്ക് റോമൻ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇസ്രായേൽ പൗരൻ എന്ന് പറയുന്നത് റോമൻ പൗരനാണ്. റോമൻ സിറ്റിസൺഷിപ്പാണ് അദ്ദേഹത്തിനുള്ളത്. ഓൾറൈറ്റ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഈ ഇസ്രായേലിലേക്ക് വന്ന്, ജെറുസലേമിലേക്ക് വന്ന്, ഗമാലിയേൽ എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും ടോപ്പ് റബ്ബായുടെ കാൽക്കീഴിലിരുന്ന് പഴയ നിയമത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും അതിൻ്റെ മുകളിലേക്ക് ഇന്നത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ ഡോക്ടറേറ്റ് വരെ എടുത്ത വിദ്യാസമ്പന്നനായ, അപ്പോൾ തന്നെ എബ്രായ ഭാഷ, ഒരുപക്ഷെ അരാമ്യ ഭാഷ, ഒരുപക്ഷെ റോമൻ ഭാഷ തുടങ്ങിയുള്ള പല ഭാഷകളിൽ, അപ്പോൾ തന്നെ അദ്ദേഹം പല ഭാഷകളിൽ, റോമൻ ഭാഷ, ഹീബ്രു,
അതുപോലെ അരമായിക്ക് ഭാഷ തുടങ്ങി പല ഭാഷകൾ കൈകാര്യം ചെയ്യാൻ, അതിൽ എഴുതാനും ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാനും പറയാനും പ്രസംഗിക്കാനുമുള്ള ഭാഷാജ്ഞാനമൊക്കെ ഉള്ളൊരു വ്യക്തിത്വമാണ് പൗലോസ്. ആ മനുഷ്യനാണ് പറയുന്നത്, കൊരിന്ത്യരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഞാൻ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ, അതായത് വശ്യമായ ഇംപ്രസീവായ ആളുകളുടെ ഹൃദയം കവരുന്ന അങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചില്ല. പകരം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ചില വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ ബാക്കി ലിംഗ്വിസ്റ്റിക് സ്കിൽസൊക്കെ അവിടെ മാറ്റിവെച്ചെന്നാണ് ഈ പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കരമായൊരു സത്യം മനസ്സിലായി. വേർഡ്സ് ക്യാൻ ഇൻഫോം മൈൻഡ്സ്, ബട്ട് ഓൺലി ദ സ്പിരിറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഹാർട്ട്സ്. അതായത് വാക്കുകൾ, മനുഷ്യൻ വാക്കുകൾ പറയുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ വിവരങ്ങൾ കൊണ്ടുവരാൻ, അറിവ് പകരാൻ സാധിച്ചേക്കും. പക്ഷേ ജനങ്ങളെ, ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. സോ പരിശുദ്ധാത്മാവിനാൽ വരുന്ന വാക്കുകളാണ് ജനങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത്. നല്ലൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, പത്രോസ് പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചത്, ഈ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചത് വളരെ രസകരമാണ്. നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കണം. ഈ 10ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് വരുമെന്നൊന്നും പത്രോസിനറിയില്ല. കർത്താവ് ഇത്രേ പറയുന്നുള്ളൂ. 10 ദിവസം കാത്തിരിക്കാൻ പറഞ്ഞിട്ടില്ല, കാത്തിരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. 10ാം ദിവസം പ്രത്യേകിച്ച് അവിടെ പറയുന്നത് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നില്ല. ഇവരാരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മുന്നറിയിപ്പുമില്ലാതെ, ഒരു അടയാളമില്ലാതെ, ഒരു സൂചനയില്ലാതെ പെട്ടെന്ന് കൊടുങ്കാറ്റ് വന്ന് രംഗം മാറി, ആത്മാന്തരീക്ഷം മാറി, മൊത്തം മാറി. ഈ സമയത്ത് ഇവർ അന്യഭാഷകളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ലഹരി പിടിച്ചിരിക്കുന്ന സമയത്താണ്, അറിയാമല്ലോ, ദേവാലയത്തിൻ്റെ അവിടെ പെരുന്നാൾ കൂടാൻ വേണ്ടി വന്ന സർവ്വജനം കൂടെ ഓടിക്കൂടി ആയിരക്കണക്കിന് പേർ ഇവരുടെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. എവിടെ? അപ്പർ റൂമിൻ്റെ താഴെ വീട്ടുമുറ്റത്ത്, പള്ളിയിലുണ്ടായിരുന്ന, അതായത് യെരുശലേം ദേവാലയത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് പേർ ഇപ്പോൾ എവിടെയുണ്ട്? ഈ അപ്പർ റൂമിൻ്റെ, മർക്കോസിൻ്റെ മാളികമുറിയുടെ മുമ്പിൽ കൂടിയേക്കുക. അപ്പോഴാണ് ഇവരിറങ്ങി വന്നപ്പോൾ ചെറുതായിട്ടൊക്കെ ഇന്ന് ആടുന്നുണ്ട്, ഇങ്ങനെ കുടിച്ച മട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ എനിക്കൊന്ന് 11 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇവർ ലഹരി പിടിച്ച് പുതുവീഞ്ഞ് കുടിച്ചേക്കണമെന്ന് പറഞ്ഞു. ഇവരെ കളിയാക്കി, പരിഹസിച്ചു. അഭിഷേകത്തിൽ നിറഞ്ഞ തീരെ നാവും കൊണ്ട് വരുന്ന ഇവരെ പൊതുജനം പരിഹസിക്കുമ്പോൾ ഒരു മറുപടി പ്രസംഗം പത്രോസ് പ്രസംഗിച്ചു. അല്ലാതെ കൃത്യമായി പോയിൻ്റായിട്ടൊക്കെ ഒരു വലിയൊരു സെർമണൊക്കെ, ഒരു പ്രസംഗക്കുറിപ്പൊക്കെ തയ്യാറാക്കി, ഇത് അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് പോലും അറിയില്ലല്ലോ, അന്ന് പ്രസംഗിക്കേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ. ഇവരുടെ പരിഹാസത്തിൻ്റെ മറുപടി പറഞ്ഞതാണ് പത്രോസ്. പറഞ്ഞ വാക്കുകളെന്നൊക്കെ പറഞ്ഞാൽ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം, വണക്കം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇതൊന്നും പറയാൻ അവിടെ സമയമില്ല. സഹോദരന്മാരെ, പുരുഷന്മാരെ എന്ന് പറയുന്നത് ഒരൊറ്റ തുടക്കം തുടങ്ങിയിട്ട് ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം പ്രസംഗിച്ചത്, പുറത്തു പറയരുത്, നമ്മൾ മാത്രം പറഞ്ഞത്, അറുബോറൻ പ്രസംഗം. പ്രസംഗത്തിൻ്റെ അവസാനം അവർ തന്നെ പറഞ്ഞെന്തറിയാം? ഞങ്ങളെ ഹൃദയങ്ങളിൽ കുത്തുകൊണ്ടു എന്ന് പറഞ്ഞാൽ കുത്തിയാണ് പ്രസംഗിച്ചത്. കുത്തി പ്രസംഗമായിരുന്നത്. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ ക്രിസ്തുവിനെ അവൻ കർത്താവാക്കി വെച്ചു. യേശുവിനെ അവൻ ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചു. ഇപ്പം നമ്മൾ ഈ ചില സഭകളിലൊക്കെ ഉണ്ട്, കുത്തി പ്രസംഗിച്ചു, പാസ്റ്റർ എഴുന്നിട്ട് ഇന്ന വിശ്വാസിയെ കുത്തി പറഞ്ഞു, ഇയാളെ കുത്തി പറഞ്ഞു, അയാളെ കുത്തി പറഞ്ഞു, ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അത് ജഡത്തിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തെറ്റാണ്. പക്ഷേ പ്രസംഗിക്കേണ്ടത് കുത്തുകൊള്ളുന്ന രീതിയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. കുത്തുകൊണ്ടില്ലെങ്കിൽ ആ പ്രസംഗം ചീറ്റി. എന്ത് കുത്തുകൊള്ളലാണ്? ആ കുത്തുകൊണ്ടിട്ട് മാനസാന്തരം. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. ഒറ്റയടിക്ക് വെട്ടാണ്. 3000 പേരാ മുമ്പോട്ട് വന്നു, കൈ ഉയർത്തി ഓൾട്ടർക്കോൾ കൊടുത്ത് 3000 പേര് വന്നു. ആരൊക്കെ കൊണ്ട് സ്നാനപ്പെടാം? വാ 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 വാ. 3000 പേരുടെ സ്നാനം. ഡേ 1 പത്രോസിൻ്റെ കന്നിപ്രസംഗത്തിൽ അൺപ്രിപ്പയർഡ് മെസ്സേജ്.
പരിഹാസത്തിന് മറുപടി പറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇംപ്രസീവ് വേർഡ്സ് അല്ല അവിടെ ഉപയോഗിച്ചത്, പകരം അനോയിൻറ്റഡ് വേർഡ്സ് ആയിരുന്നു. ടൈപ്പ് ചെയ്തിടാമോ? നോട്ട് ഇംപ്രസീവ് വേർഡ്സ് ബട്ട് അനോയിൻറ്റഡ് വേർഡ്സ്. മതിപ്പുളവാക്കുന്ന വാക്കുകളല്ല, ടൈപ്പ് ചെയ്യും, മതിപ്പുളവാക്കുന്ന വാക്കുകളല്ല, അഭിഷേകം ചെയ്യപ്പെട്ട വാക്കുകൾ. അതിലാണ് റിസൾട്ട് ഉണ്ടായത്. ലൂക്കോസ് 24:32 were not our hearts burning within us while he talked with us. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ചേർന്ന് യേശു നടക്കുമ്പോൾ, യേശു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് ജ്വലിക്കുകയാണ്, എന്തിങ്ങനെ കത്തി കത്തി വരികയാണ്. ഞാനിത് കണ്ടിട്ടുണ്ട് വചന ശുശ്രൂഷയുടെ സമയത്ത്. ചിലരിങ്ങനെ കത്തി 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 ആളിക്കത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ്, ഒരു സഭയ്ക്ക് തീ കൊളുത്താൻ തീപ്പെട്ടി ഒന്നും വേണ്ട, മണ്ണെണ്ണ ഒഴിച്ചൊന്നും കത്തിക്കേണ്ട, പെട്രോൾ ഒഴിച്ചൊന്നും കത്തിക്കേണ്ട. ദൈവവചനം തീയാണ്, പരിശുദ്ധാത്മാവ് തീയാണ്. ഇതങ്ങ് ചെല്ലുമ്പോൾ അകത്തങ്ങ് കത്താൻ തുടങ്ങും. ഈ കത്തലില്ലെങ്കിൽ സഭയും പോയി, പ്രസംഗവും ചീറ്റി. അതുകൊണ്ടാണ് ചാൾസ് സ്പർജൻ പറഞ്ഞത്, ഒന്നുകിൽ നിങ്ങളുടെ പ്രസംഗത്തിൽ തീ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗക്കുറിപ്പ് കൊണ്ട് തീയിലിടണം, ചുട്ടുകളയണം. അത് വേണ്ട, കശുവണ്ടി ചൂടുന്ന പോലെ ചുട്ടുകളാം. 1 തെസ്സലോനിക്കർ 1:5. Our gospel came not simply with words but also with power. ഞങ്ങളുടെ സുവിശേഷം നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് വെറും വാക്കുകളായിട്ടല്ല, അത് ശക്തിയോടുകൂടിയായിരുന്നു. വാക്കുകൾക്ക് ശക്തിയുണ്ട്. Pen is mightier than sword. അല്ലേ? പേനയ്ക്ക് വാളിനേക്കാൾ ശക്തി ഉണ്ടെന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 4:12 പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. The word of God is alive and active. ദൈവവചനത്തിന് ജീവനുണ്ട്, മാത്രമല്ല അത് ശക്തിയുള്ളതാണ്, ജീവനും ചൈതന്യമുള്ളതാണ്. വളരെ നല്ലൊരു പ്രസംഗം പ്രസംഗിച്ചാൽ എന്നാ പ്രസംഗമായിരുന്നല്ലേ ഇന്ന് ദേവദാസൻ്റെ പ്രസംഗം, അങ്ങനെ പറയും. പക്ഷേ ജീവിതങ്ങൾക്ക് രൂപാന്തരം വരണമെന്നുണ്ടെങ്കിൽ പ്രസംഗത്തിൻ്റെ മാർക്കല്ല കുഞ്ഞേ, അതിൽ അഭിഷേകത്തിൻ്റെ ചില വാക്കുകളാണ് ജീവിതങ്ങൾക്ക് രൂപാന്തരം കൊണ്ടുവരുന്നത്. ഞാനിത് പറയുന്ന സമയത്ത് ചിലർക്കൊക്കെ ആത്മനിറവിൽ സംസാരിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് ഇമ്പാർട്ട് ചെയ്യുന്നതായിട്ടാണ് എൻ്റെ ഉള്ളിൽ തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ പറ്റൂ. ഗോഡ് യൂസസ് കോൺസെക്രേറ്റഡ് ലിപ്സ്. സമർപ്പിക്കപ്പെട്ട അധരങ്ങളെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ടൈപ്പ് ചെയ്തിടുക, എഴുതി വെക്കുക. സമർപ്പിക്കപ്പെട്ട അധരങ്ങളെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ബിഫോർ ഐസായ കുഡ് സ്പീക്ക് ഫോർ ഗോഡ് ഫസ്റ്റ് ടച്ച്ഡ് ഹിസ് ലിപ്സ്. എല്ലാവർക്കും അറിയാമല്ലോ. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 6 മുതൽ 8 വരെ വായിക്കുന്ന സമയത്ത് ഒരു ദൂതൻ അവിടെ നിൽക്കുന്ന യെശയ്യാവ് എന്ന പ്രവാചകൻ്റെ ചുണ്ടിലേക്ക് ഒരു യാഗപ്പെടുത്തുന്ന ഒരു കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്തിട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ടച്ച് ചെയ്തു. അപ്പോൾ ഒരു കൽക്കരിക്കനൽ, ഒരു ഗ്ലോറിയസ് ആയ റെഡ് ഹോട്ടായിരിക്കുന്നൊരു കൽക്കരിക്കനൽ ചുണ്ടിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്താൽ, ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് സംഭവിക്കും? അതങ്ങ് മാംസത്തിൽ വെക്കുമ്പോൾ തന്നെ ഒരു സൗണ്ട് കേൾക്കും, അത്രയും ഭാഗം പൊള്ളിപ്പോവും. ശരിയാണ് ഞാൻ പറയുന്നത്. ആ പൊള്ളിയാധരങ്ങളുമായിട്ടാണ് പിന്നീട് അദ്ദേഹം പ്രവചിച്ചതെന്നാണ് പറയുന്നത്. ആ പൊള്ളലുണ്ടായിരുന്നത്രേ ആ ചുണ്ടുകളിൽ. തീക്കനലിനാൽ പൊള്ളലേറ്റ ബേൺഡ് ലിപ്സുമായിട്ടാണ് അദ്ദേഹം പിന്നീട് പ്രവചിച്ചത്. നമുക്കൊക്കെ ഈ അടയാളം, ചൂടടയാളം പോലെ ഇങ്ങനൊരു സംഭവം വേണമെന്ന് ഞാൻ പറയുന്നത്. ഇനി സങ്കീർത്തനങ്ങൾ 141:3 സെറ്റ് എ ഗോഡ് ഓവർ മൈ മൗത്ത് ലോർഡ്. എൻ്റെ അധരദ്വാരത്തെ കാക്കണം, എൻ്റെ അധരങ്ങളെ കാക്കണം എന്ന് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 4:29 കാണുന്നത്, ലെറ്റ് നോ അൺഹോൾസം ടോക്ക് കം ഔട്ട് ഓഫ് യുവർ മൗത്ത്സ്. നിങ്ങളുടെ വായിൽ നിന്ന്, മലയാളം എങ്ങനെയാണെന്ന് നോക്കുക, ആകാത്ത വാക്കുകൾ അങ്ങനെ എന്തോ ആണ്, ഒന്നും പുറപ്പെടരുത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ഗോഡ് ഓഫ്റ്റൻ ക്ലെൻസസ് ബിഫോർ ഹി കമ്മീഷൻസ്. ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്നതിന് മുമ്പ് അവൻ ശുദ്ധീകരിക്കും. ശുദ്ധീകരിച്ച പാത്രങ്ങളെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്, അശുദ്ധ പാത്രങ്ങളെയല്ല ഉപയോഗിക്കുന്നത്. നമ്പർ 3, ദ ഹോളി സ്പിരിറ്റ് ഗീവ്സ്
ദ റൈറ്റ് വേർഡ് അറ്റ് ദ റൈറ്റ് ടൈം. പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് തക്ക വാക്കുകൾ നൽകും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത ടൈപ്പ് ചെയ്തിടുക. പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് തക്ക വാക്കുകൾ നൽകും. Anointed speech is not merely speaking truth, it is speaking truth at the right moment. ഈ വചനം, ബൈബിൾ മുഴുവൻ ദൈവവചനമാണ്. അതെല്ലാം എല്ലായ്പ്പോഴും ഉപയോഗിക്കാനുള്ളതല്ല. റൈറ്റ് ടൈമിൽ കൊടുക്കേണ്ട വേർഡുണ്ട്, അതാണ് കൊടുക്കേണ്ടത്. ജീസസ് കോൺസ്റ്റൻ്റ്ലി സ്പോക്ക് എക്സാക്ട്ലി വാട്ട് പീപ്പിൾ നീഡഡ് ടു ഹിയർ. യേശുവിൻ്റെ പ്രത്യേകത, ഇപ്പം എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞു, അവർ ആ സമയത്ത് കേൾക്കേണ്ടതാണ് യേശു പറഞ്ഞത്. അതായത് പ്രവാചക പുസ്തകം മുതൽ ന്യായപ്രമാണ പുസ്തകം മുതൽ സങ്കീർത്തനങ്ങൾ വരെയുള്ള തന്നെക്കുറിച്ച് എഴുതിയിരുന്ന, മശിയെക്കുറിച്ച് എഴുതിയിരുന്ന ഭാഗങ്ങളെടുത്ത് യേശു ഈ 2 ശിഷ്യന്മാരോട് സംസാരിച്ചു. അതായിരുന്നു അപ്പോൾ അവർക്ക് ആവശ്യം. അപ്പോൾ അനോയിൻറ്റഡ് സ്പീച്ച്, അഭിഷേകം ചെയ്യപ്പെട്ട വാക്കുകളെന്ന് പറയുന്നത് സത്യം പറയുന്നതല്ല. സത്യം ഒത്തിരി ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള സത്യം പറയുന്നത്, തക്ക സമയത്ത് ഉള്ള വാക്കുകൾ, അപ്പോൾ ഏറ്റവും ആവശ്യമുള്ള വാക്കുകൾ. ഇതായിരുന്നു യേശുവിൻ്റെ പ്രത്യേകത. 25-ാം സങ്കീർത്തനം 11-ാമത്തെ വചനത്തിൽ, എ വേർഡ് ഫിറ്റ്ലി സ്പോക്കൺ ഈസ് ലൈക്ക് ആപ്പിൾസ് ഓഫ് ഗോൾഡ് ഇൻ സെറ്റിൻസ് ഓഫ് സിൽവർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. സൂപ്പർ. ഐസിയ 50:4. ഏശയ്യാവിൻ്റെ പുസ്തകം 50:4. ഹി വേക്കൻസ് മീ മോർണിംഗ് ബൈ മോർണിംഗ് ടു നോ ദ വേർഡ് ദാറ്റ് സസ്റ്റെയിൻസ് ദ വെയറി. അവൻ പ്രഭാതം തോറും എന്നെ ഉണർത്തി ക്ഷീണിച്ചിരിക്കുന്നവരെ താങ്ങി നിർത്തുന്ന വാക്കുകൾ നൽകുന്നു, അഥവാ വചനം നൽകുന്നു. ഭയങ്കരമല്ലേ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എല്ലാ ദിവസവും രാവിലെ. ഇപ്പോൾ മോർണിംഗ് ഗ്ലോറിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എനിക്കറിയാം. അതുകൂടാതെ അഡീഷണൽ ബോണസായിട്ടും ഒക്കെ കർത്താവ് തരും. ലൂക്കോസ് 21:15. I will give you words and wisdom that none of your adversaries will be able to resist. അവിടെ പറയാണ്, ഞാൻ നിനക്ക് ജ്ഞാനത്തിൻ്റെ വാക്കുകൾ നൽകും. നിൻ്റെ എതിരാളികൾക്ക് നിങ്ങളെ എതിർക്കുന്നവർക്ക് ആർക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ജ്ഞാനവും വാക്കുകളും ഞാൻ നിങ്ങൾക്ക് തരും. നമുക്കുള്ള വാക്തത്വമാണ് ഈ പറയുന്നത്. ചിലപ്പോൾ എതിർപ്പുകളും പ്രശ്നങ്ങളും വരുമ്പോൾ അവരെപ്പോലും അതിശയിപ്പിക്കുന്ന വാക്കുകൾ. പൗലോസിൻ്റെയൊക്കെ വിചാരണയുടെ സമയത്ത് ഫെസ്തോസിൻ്റെ മുമ്പിൽ, ഫെലിക്സിൻ്റെ മുമ്പിൽ, ഓരോ സാമ്രാട്ടുകളുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ, ഒരു പാവപ്പെട്ട സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം അഭിഷേകത്തിൽ നിന്നുകൊണ്ട്, പണ്ടേ പറഞ്ഞിരുന്നു, കുതിരപ്പുറത്ത് താഴെ വീണപ്പോഴേ പറഞ്ഞിരുന്നു, രാജാക്കന്മാരുടെ മുമ്പിലും പലതിൻ്റെയും മുമ്പിൽ നിൽക്കേണ്ട എൻ്റെ പാത്രമാണെന്ന് പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാണെന്ന് പറഞ്ഞു. അതൊക്കെ നടക്കുക. നമ്പർ 4, അനോയിൻറ്റഡ് സ്പീച്ച് ക്യാരീസ് ലൈഫ്. ടൈപ്പ് ചെയ്തിടാമോ? അഭിഷേകം ചെയ്യപ്പെട്ട വാക്കുകൾക്ക് ജീവനുണ്ട്. അഭിഷേകം ചെയ്യപ്പെട്ട വാക്കുകൾക്ക് ജീവനുണ്ട്. ദ ഹോളി സ്പിരിറ്റ് ഡസ് നോട്ട് അനോയിൻറ്റ് വേർഡ്സ് merely to communicate information. പരിശുദ്ധാത്മാവ് വാക്കുകൾ അഭിഷേകം ചെയ്യുന്നത് വെറും ആശയവിനിമയത്തിന് വേണ്ടി മാത്രമല്ല. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് സൗഖ്യമുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? 107-ാം സങ്കീർത്തനം 20-ാമത്തെ വചനത്തിൽ പറയുന്ന, അവൻ വചനമയച്ചവരെ സൗഖ്യമാക്കി. ദാറ്റ് മീൻസ് ദ വേർഡ് ഓഫ് ഗോഡ് ക്യാരീസ് ഹീലിംഗ് പവർ. ഹീലിംഗ് പവറുണ്ട്, എൻകറേജ്മെൻ്റ് ഉണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ഉത്സാഹമകത്തുണ്ട്. തളർന്നിരിക്കുന്നവരെ, ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തുന്ന, താങ്ങി എഴുന്നേൽപ്പിക്കുന്ന വാക്കുകളാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ. ഒരു സഭായോഗത്തിൽ ഞായറാഴ്ച ശുശ്രൂഷിക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. അവിടെ വന്നിരിക്കുന്ന ജനം ചിലത് തകർന്ന് ഇതും കൂടി നോക്കും, ഇല്ലേ ഇന്ന് ഞാൻ തൂങ്ങും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചില തീരുമാനങ്ങളെടുക്കും, ഈ വിവാഹം മുന്നിലേക്ക് കൊണ്ടുപോകണോ വേണ്ടേ. ചിലപ്പോൾ ബിസിനസ്സിൽ പ്രശ്നം, പഠനത്തിൽ പ്രശ്നം, എന്തെല്ലാവിധ വിഷയങ്ങളുമായിട്ടാണ് ജനങ്ങൾ വന്നിരിക്കുന്നത്. അവരെല്ലാം പണിയുന്ന വചനമാണ് പരിശുദ്ധാത്മാവർക്ക് കൊടുക്കുന്നത്. എനിക്ക് മനസ്സിലാകണമെന്നില്ല, ശുശ്രൂഷിക്കുന്നവർക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷെ വാ തുറക്കുമ്പോൾ വരുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ള സംഗതികളായിരിക്കും. ചിലപ്പോൾ ദൈവവചനം നമുക്ക്
നമ്മിൽ കുറ്റബോധം ഉളവാക്കി തെറ്റിനെക്കുറിച്ചുള്ള ബോധ്യം നൽകുന്ന മാനസാന്തരത്തിലേക്ക് നടത്തും. ചിലപ്പോൾ നമ്മളെ ശക്തീകരിക്കും, ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ പണിയും. സദൃശവാക്യങ്ങൾ 18:21 അറിയാമോ? അവിടെ പറയുന്നത്, ദ ടങ് ഹാസ് ദ പവർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. നാവിനെന്തുണ്ട്? ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം നാവിന്മേലാണ് ഇരിക്കുന്നത്. യോഹന്നാൻ 6:63 ദ വേർഡ്സ് ഐ ഹാവ് സ്പോക്കൺ ടു യു ആർ സ്പിരിറ്റ് ആൻഡ് ലൈഫ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം എന്താകുന്നു? ജീവനും ആത്മാവുമാകുന്നു. കൊലോസ്യലേഖനം 4:6 ലെറ്റ് യുവർ കോൺവെർസേഷൻ ബി ഓൾവേസ് ഫുൾ ഓഫ് ഗ്രേസ്. നിങ്ങളുടെ വാക്കുകൾ എല്ലായ്പ്പോഴും കൃപയോടുകൂടിയതായിരിക്കട്ടെ, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചാലോ? കർത്താവേ, ഇന്ന് അനോയിൻറ്റഡ് സ്പീച്ചിന് വേണ്ടി നാവുകളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ ഇവർ സംസാരിക്കുന്ന വാക്കുകൾ സ്കൂളുകളിലും അതുപോലെ എവിടേക്ക് ഇവർ പോകുന്നു, ജോലി സ്ഥലത്തോ റോഡിലോ ബസ്സിലോ മെട്രോയിലോ എവിടെയൊക്കെ സഞ്ചരിക്കുന്ന അവിടെയെല്ലാം പറയുന്ന വാക്കുകൾ പലർക്കും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനൊരു കാരണമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പിത്താശയം അഥവാ ഗോൾ ബ്ലാഡറിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ലങ്സിന് പ്രയാസമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ലിവർ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ വിവിധ രീതിയിലുള്ള സൗഖ്യങ്ങൾ നടക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ റിലീസ് ചെയ്യും. വലിയ വിടുതലുകൾക്കായി നന്ദി പറയുന്നു. വിട്ടുമാറാത്ത തലവേദന മാറിപ്പോട്ടെ. ദുശീലങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയുടെ ലിങ്ക് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. സീ യു ടുമോറോ. ബൈ ബൈ.